ഞാൻ നിങ്ങളോടൊപ്പം പുന്നിയൂർളം സൈനുദ്ദീൻ. ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട് ഈ KYCയിൽ ചില ഇളവുകൾ ഇപ്പോൾ വീണ്ടും സെബി വരുത്തിയിട്ടുണ്ട്. KYC നമ്മൾ നിർബന്ധമായിരുന്നു പറഞ്ഞിട്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും പല സംശയങ്ങളും ഉന്നയിച്ചിരുന്നു. ഞാനതിനെപ്പറ്റി പറഞ്ഞിരുന്നു, അത് ബ്രോക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാൽ അവർ ശരിയാക്കി കൊടുക്കുന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പോൾ അതിന് കുറച്ച് ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. ആ കാര്യം കൂടി നമ്മൾ ഒന്ന് അറിയാത്തവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുകയാണ്. എന്താണ് KYCക്ക് എന്തൊക്കെ ഇളവാണ് ചെയ്യാൻ ഇവർ ഉദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യുന്നതെന്ന് നോക്കാം. ഉദാഹരണത്തിന് ആധാറും പാൻ കാർഡും ബന്ധിപ്പിക്കാത്തതിനാലോ ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും സ്ഥിരീകരിക്കാത്തതിനാലോ KYC ഹോൾഡ് ചെയ്തിട്ടുള്ള നിക്ഷേപകർക്ക് തുടർന്നും ഇടപാട് നടത്താനാകും. ഈ വിഭാഗത്തിലുള്ളവരെ രജിസ്റ്റേർഡ് സ്റ്റാറ്റസിലേക്ക് മാറ്റാനാണ് സെബിയുടെ നിർദ്ദേശം. അതായത് ഈ പാനും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കാതിരിക്കുക, അതല്ലെങ്കിൽ ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും സ്ഥിരീകരിക്കാതിരിക്കുക, അത് നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. ഇങ്ങനെ സ്ഥിരീകരിക്കാത്ത ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറുമാണ് ഉള്ളതെങ്കിൽ, അവരുടെ സ്റ്റാറ്റസ് അങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ, അതല്ല ആധാറും പാനും ബന്ധിപ്പിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാൻ പറ്റില്ല, വിൽക്കാനും പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിറ്റുവേഷൻ ഇപ്പോൾ മാറി. തൽക്കാലം അത് തുടർന്നും നിക്ഷേപിക്കാം, തുടർന്നും വിൽക്കാം, ക്രയവിക്രയങ്ങൾ നടത്താമെന്നുള്ളൊരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ട്. അത് ആണ് ഇപ്പോൾ പുതിയ ഒരു സെബിയുടെ തീരുമാനം. അതിന് രജിസ്റ്റേർഡ് സ്റ്റാറ്റസിലേക്ക് അവരുടെ സ്റ്റാറ്റസും മാറ്റിയിടും. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. രജിസ്റ്റേർഡ് സ്റ്റാറ്റസ് എന്നുള്ള രീതിയിലേക്ക് മാറ്റും. നേരത്തെ ഹോൾഡിലായിരുന്നു, സ്റ്റാറ്റസ് ഹോൾഡ്, KYC ഹോൾഡ് എന്നുള്ള രീതിയിലാണ് നേരത്തെ പറഞ്ഞത്. നേരത്തെ KYC ഹോൾഡ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറ്റിയിട്ട് KYC രജിസ്റ്റേർഡ് എന്നാക്കിയിട്ട് ഇട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ വാങ്ങാനും വിൽക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതോടെ ഈ വിഭാഗത്തിൽ നിക്ഷേപകർക്ക് നിലവിലുള്ള ഫണ്ട് ഹൗസുകളിൽ ഇടപാടുകൾ തുടരാനാകും. അപ്പോൾ നിലവിലുള്ള ഫണ്ട് ഹൗസുകൾ, ഇപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന AMC, ഉദാഹരണത്തിന് HDFCയുടെ AMCയിലാണ് വാങ്ങുന്നത്, അല്ല ICICIയുടെ AMCയിലാണ് വാങ്ങുന്നത്. ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾ ഏതാ വാങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പുതിയ ഒരു ഫണ്ടിലേക്ക് മാറുമ്പോൾ അത് വാലിഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മറ്റ് തടസ്സങ്ങൾ തൽക്കാലം നീങ്ങി. അതേസമയം നിലവിൽ നിക്ഷേപമില്ലാത്ത AMCകളുടെ സ്കീമുകൾ നിക്ഷേപിക്കാൻ കഴിയില്ല, അത് നമ്മൾ സൂചിപ്പിച്ചല്ലോ. പാൻ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിന് നിർബന്ധമാണോ എന്ന ചോദ്യത്തിന് സെബി ഇപ്രകാരമാണ് മറുപടി നൽകിയതെന്നാണ് പറയുന്നത്. NRIക്കാർ, ഇന്ത്യക്കാരല്ലാത്തവർ, 80 വയസ്സിന് മുകളിലുള്ളവർ, അസം, ജമ്മു കാശ്മീർ, മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലെ താമസക്കാർ എന്നിവർക്കും പാൻ ആധാർ ബന്ധിപ്പിക്കൽ നിർബന്ധമല്ല. അപ്പോൾ NRIസിനെ, അഥവാ അസം, കാശ്മീർ ഇങ്ങനെയുള്ള സ്ഥലത്തുള്ള ആൾക്കാർ 80 വയസ്സിന് മുകളിലവർക്കൊന്നും പാൻ കാർഡും ആധാറും കൂടി ബന്ധിപ്പിക്കൽ നിർബന്ധമല്ല എന്ന് ആണ് ഇപ്പോഴും ആ നിയമം വെച്ചിട്ടുള്ളത്. അതേസമയം KYC വാലിഡേറ്റഡ് ആകണമെങ്കിൽ പാനും ആധാറും ബന്ധിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ വാലിഡേറ്റ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് വരണമെങ്കിൽ ഈ പാനും ആധാറും കൂടി ബന്ധിപ്പിക്കേണ്ടത്. പക്ഷേ ബന്ധിപ്പിച്ചില്ലാതെ നിലവിൽ തടസ്സങ്ങളുമില്ല. KYC രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും വേണം. മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും സ്ഥിരീകരിക്കാത്തവർക്ക് നിലവിൽ നിക്ഷേപമുള്ള ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപിക്കാൻ അനുവദിക്കുകയും ചെയ്യും. നിലവിൽ ഇതിന് അനുവാദമില്ലായിരുന്നു. അപ്പോൾ ഇതാണ് പൊതുവായിട്ട് മാറ്റം വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ തൽക്കാലം അങ്ങനെ ബന്ധിപ്പിച്ചിട്ടില്ലാത്തവർക്ക്, ഇമെയിൽ ഐഡിയും മൊബൈലൊന്നും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാത്തവർക്കോ, അതല്ലെങ്കിൽ ഈ പാൻ ആധാർ ബന്ധിപ്പിച്ചിട്ടില്ലാത്തവർക്കോ ഇപ്പോൾ തുടർന്നും നിക്ഷേപം നടത്തുന്നതിലും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം നടത്തുന്നതിൽ തടസ്സമില്ല. ഞാനത് ഇത്രയും വിശദമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില സുഹൃത്തുക്കൾക്ക് അത് വ്യക്തമായില്ല എന്ന് നേരത്തെ ഉള്ളത് ഒന്നിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറി ഇപ്പോൾ തുടർന്ന് നിക്ഷേപിക്കാം എന്നുള്ള ഒരവസ്ഥയാണ്. ഇതിൽ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻബോക്സിൽ വന്ന് ചോദിക്കാവുന്നതുകൊണ്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ കൂടുതൽ എന്തെങ്കിലും നിങ്ങളുടെ ഇത് അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രോക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഏതാണ് ബ്രോക്കേഴ്സ്, അതെയോ അതിൽ ഏഞ്ചൽ വണ്ണോ, ഏതാണ് HDFC ICICI ഡയറക്റ്റോ, അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അവർ അപ്ഡേറ്റ് ചെയ്ത് തരും. ഇപ്പോൾ മറ്റ് തടസ്സങ്ങൾ നീങ്ങി. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. എല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിൽ എത്തിക്കുക. നമ്മുടെ ഒരു സാക്ഷരതാ ചിന്തന ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അതിനെ എല്ലാവരും സഹകരിക്കണം. ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ഞാൻ നിങ്ങളോടൊപ്പം പുന്നിയൂർളം സൈനുദ്ദീൻ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. നന്ദി, നമസ്കാരം.